ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്രം സീരിയലിൽ അങ്ങനെ കാത്തിരുന്ന ക്ലൈമാക്സ് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ കേട്ടോ. അങ്ങനെ നമ്മുടെ ക്ലൈമാക്സ് നടക്കാൻ പോണത് ഈ വരുന്ന വെള്ളിയാഴ്ച 1:30 മുതൽ 2:30 വരെയാണ്. ഉച്ചക്കാണ് ക്ലൈമാക്സ് 1 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു ക്ലൈമാക്സ് ആണ് നമ്മുടെ ഇഷ്ടമാത്രത്തിന്. അപ്പോൾ ക്ലൈമാക്സ് പ്രൊമോ ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ ആദ്യം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഭാഗമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടത്. ഇനി നമ്മൾ കാണാൻ പോണത് ആദ്യമാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുക. പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ നിർത്താൻ പറ്റില്ലല്ലോ, അവൻ ചെറിയ കുട്ടിയാണല്ലോ. അപ്പൊ എന്നാലും അവിടെ ജസ്റ്റ് തൽക്കാലത്തേക്ക് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇത് കാണുന്നത് നമ്മുടെ ഇഷിതയാണെന്നുണ്ടെങ്കിൽ മഹേഷിനോട് പറയണ്ട, ആദ്യം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ നമുക്ക് നന്നായിട്ട് അറിയാം. ആദ്യം എങ്ങനെയെങ്കിലും പറ്റൂ മഹേഷ്, എങ്ങനെയെങ്കിലും അവനെ രക്ഷപ്പെടുത്തണം, എനിക്ക് അവനില്ലാതെ പറ്റില്ല മഹേഷ് എന്നൊക്കെ പറയാണ്. അവിടെ എനിക്കറിയാടോ, നമുക്ക് എങ്ങനെയെങ്കിലും അതിനെ രക്ഷപ്പെടുത്തിയെടുക്കാം, താൻ ടെൻഷനാവില്ലേ, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഡോക്ടർ ദേവിക വിളിക്കുകയാണ്. ഇഷിത ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇഷിത വേഗം തന്നെ ഐസിന്റെ ഉള്ളിലേക്ക് കയറണം. മഹേഷിന് ഭയങ്കര ടെൻഷൻ ആവാട്ടോ. ഈശ്വര എന്തിനാണ് ഡോക്ടർ ദേവിക വിളിച്ചത് എന്ന് ആലോചിച്ചിട്ട് ആ സമയത്ത് ദേവിക പറഞ്ഞു, ഇഷിത നോക്കിക്ക്, കുഞ്ഞ് കരയാൻ തുടങ്ങി എന്ന് പറയാണ്. ഇഷിത നോക്കുമ്പോഴേക്കും തൊട്ടിലേക്ക് കിടന്ന് കുഞ്ഞ് രണ്ട് കൈയും കാലിട്ടിങ്ങനെ അടിച്ചിങ്ങനെ കരയുവാട്ടോ. ഇഷിതക്ക് സന്തോഷം. ഡോക്ടർ എന്ന് പറയുമ്പോൾ അതെ, തന്റെ കുഞ്ഞ് അപകടനില ഫുള്ളും തരണം ചെയ്തിടോ, ദേ ബോഡിയിലുണ്ടായിരുന്ന ആ ഒരു പോയിസൺ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്, ഇനി ഒന്നും പേടിക്കാനില്ല. സത്യമാണോ? ഇനി കുഞ്ഞിന് ഒരു ആപത്തും ഇല്ലേ? ഇല്ലടോ, ഒരു ആപത്തും ഇല്ല. നമ്മൾ ആ പോയിസൺ എല്ലാം എടുത്തു കളഞ്ഞു, കുഞ്ഞ് പെർഫെക്റ്റ് ഓക്കെയാണ്, 1% പോലും കുഞ്ഞിന് അപകടവും ഇല്ല എന്ന് പറയാണ്. ഡോക്ടർ ഞാൻ എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവണമെന്ന് എനിക്ക് അറിയില്ല. എടോ, എന്നോടല്ല നന്ദി പറയേണ്ടത്, ഈ സമയത്ത് ഇവിടെ കൂടെയുള്ള എല്ലാ ഡോക്ടറടുത്തും നമ്മൾ നന്ദി പറയണം. പിന്നെ എന്തൊക്കെ പറഞ്ഞു കറക്റ്റ് സമയത്ത് കുഞ്ഞിന് ഇവിടെ എത്തിച്ചതും വലിയൊരു കാര്യമായിട്ടോ. ഒരു 10-15 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ കുഞ്ഞിന്റെ ബോഡി ഫുള്ളും ആ പോയിസൺ കയറിയാനെ. അതിൽ നിന്ന് തടഞ്ഞതിന് മഞ്ജുമടുത്ത് ചെറിയൊരു നന്ദി പറയുകയും വേണം. ശരി ഡോക്ടർ, എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ മഹേഷിനോടൊന്ന് പോയി പറയട്ടെ. ശരി എന്ന് പറയണം. മഹേഷ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ തന്നെ ഡോക്ടർ വിളിപ്പിച്ചത്? നമ്മുടെ കുഞ്ഞിന്റെ അപകടത്തിന് തരണം ചെയ്തു, കുഞ്ഞിന് ഒരു കുഴപ്പമില്ല എന്ന് പറയാണ്. ആ സമയത്ത് ഇഷിത നമ്മുടെ മഞ്ജുമടുത്ത് പോകുന്നുണ്ട്. മഞ്ജുമേ എന്ന് പറയുമ്പോൾ മഞ്ജുമ ചേച്ചി എന്ന് പറയുമ്പോൾ, ഇഷിത നീ എന്നോട് ക്ഷമിക്കും ഇഷിതേ, എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയണത്? നിന്റെ കുഞ്ഞിനെ എനിക്ക് ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റിയില്ലല്ലോ. മഞ്ജുമ ചേച്ചി അത് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാണ്. ഞാൻ അങ്ങനെ ചെയ്യില്ല ഇഷിതേ, നിന്നോടും മഹേഷിനോടൊക്കെ എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിലും ഒരിക്കലും കുഞ്ഞിനോട് ഞാൻ അത് ചെയ്യില്ല. പിന്നെ കുഞ്ഞിനെ ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മഞ്ജുമ ചേച്ചി കറക്റ്റ് സമയത്ത് കൊണ്ടുവന്നുകൊണ്ട് മാത്രമാണ് കുഞ്ഞിപ്പോൾ രക്ഷപ്പെട്ടത്. ഇഷിതേ, എനിക്ക് ഇതിനോട് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. എന്താണെങ്കിലും തുറന്നു പറ. മഹേഷ്, നിങ്ങൾ രണ്ടുപേരും കേൾക്കാൻ വേണ്ട ഞാൻ പറയണത്. എനിക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പായിട്ട് ഒരു അഫെയർ ഉണ്ടായിരുന്നു. ആളുടെ പേര് അജിത്ത് എന്നാണ്, മെഡിക്കൽ റെപ്പാണ്. അയാള് എന്നെ ഇടയ്ക്കൊക്കെ വിളിക്കണത് അയാളുടെ അടുത്താ. ഞാൻ എന്താണ് അയാളുടെ ഫോൺ നമ്പർ ഭർത്താവിന്റെ പേരിൽ സേവ് ചെയ്തത് എന്നൊക്കെ പറയാണ്. ശേഷം പറയണ്ട്, വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഞാൻ അയാളെ വിളിച്ചു വരുത്തിയായിരുന്നു, പക്ഷെ വാതിൽ ലോക്ക് ചെയ്യാൻ മറന്നു. അയാൾ ഞാൻ റൂമിലിരിക്കുന്ന സമയത്താണ് പുറത്തുനിന്ന് ആരോ വരുന്ന ഒരു ഒച്ച കേട്ടു. അമ്മയും അച്ഛനായിരിക്കും എന്ന് പറഞ്ഞ് പേടിച്ച് ഞാൻ അയാളെ കട്ടിലിന്റെ അടിയിൽ ഒളിപ്പിച്ചു. ഞാനും ഒളിക്കുകയും ചെയ്തു. പിന്നീട് വാതിൽ തുറന്ന് വന്ന ആള് പുറത്തു പോകുന്ന ഒച്ചയും കേട്ടു. അതെ, അപ്പോഴൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല കുഞ്ഞിനെ അപായപ്പെടുത്താണ് അയാൾ വന്നേന്ന്. ശേഷമാണ് തൊട്ടിൽ പോയി കുഞ്ഞിനെങ്ങാനും എടുത്തോണ്ട് പോയോ എന്നൊരു പേടിയിൽ കുഞ്ഞിനെ പോയി നോക്കിയപ്പോഴേക്കും കുഞ്ഞിന് അനക്കമില്ലെന്ന് മനസ്സിലായിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ എന്നെ സ്നേഹിച്ച ആള് അയാളൊരു ഫ്രോഡായിരുന്നു. അയാളുടെ കാര്യം കഴിയുമ്പോൾ പോവുകയും ചെയ്തു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ്. എന്നിട്ട് ചേച്ചി വന്ന ആളെ ആരാന്ന് കണ്ടോ? ഞാൻ കണ്ടില്ലായിരുന്നു. അയാൾ ആരാന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരാൾ എന്നോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ആരാ ചേച്ചിയത് എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ, അത് ആകാശോ? അതെ, കുറച്ചു മുമ്പ് ആകാശ് ഇവിടെ വന്നില്ലായിരുന്നോ? എന്നോട് ആകാശ് സംസാരിച്ചു. ആകാശ് എന്നോട് പറയുകയും ചെയ്തു, ഞാനും കാമകനോട് കട്ടിലിന്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നത് അവൻ കണ്ടുന്ന്. സത്യങ്ങളൊക്കെ ആരെങ്കിലും പറയുവാണെന്നുണ്ടെങ്കിൽ അവൻ ഈ കഥകളൊക്കെ മറ്റുള്ളവരോട് പറയും എന്നെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാ ഞാൻ ഒന്നും പറയാതിരുന്നത്. പക്ഷെ ഇത് പറഞ്ഞില്ലെങ്കിൽ ആദിയുടെ ജീവന് ആപത്താവുമെന്ന് എനിക്കറിയാം. ആദിയുടെ ജീവിതം തൊലഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ പറഞ്ഞത്. ഇതിന്റെ പിന്നിൽ ആകാശാണ്, അവൻ തന്നെ എന്നോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് എന്ന് പറയാണ്. മഹേഷ് പറഞ്ഞിട്ട്, ഇഷിതേ, ഇതിങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. പിന്നെ ചേച്ചിയുടെ പ്രണയം കാണിച്ചവൻ ആകാശിന്റെ ആരെങ്കിലും ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് അവിടെ വരില്ലല്ലോ. അപ്പൊ മഞ്ജു പറഞ്ഞിട്ട്, എനിക്കിപ്പോ സംശയമുണ്ട്, ഇനി ആകാശിന്റെ ആരെങ്കിലും ആയിരിക്കുമോന്ന്. ഇഷിതേ, വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. മഞ്ജുമ ചേച്ചിയും വാ. കുഞ്ഞിന്റെ അടുത്തോ അച്ഛനും അമ്മയും അപ്പുറത്തുണ്ടല്ലോ. പിന്നെ തന്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ ഡോക്ടർ ദേവിക ഉണ്ടല്ലോ, ഞാൻ ഡോക്ടർ ദേവിക അടുത്ത് കാര്യം പറഞ്ഞിട്ട് വരാം. അപ്പോഴേക്കും ദേവിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഡോക്ടർ, ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ വരെ പോകണം, മോനെ കൊണ്ട് പോലീസ് പോയിരിക്കുക. എനിക്ക് മനസ്സിലായി മഹേഷ്, നിങ്ങൾ പോയിക്കോ, കുഞ്ഞ് സുരക്ഷിതമാണ്. പിന്നെ ഇഷിത പാല് കൊടുത്തും ചെയ്തല്ലോ, ഇനി പേടിക്കാനൊന്നുമില്ല, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് സേഫ് ആണ്, നിങ്ങൾ പോയിട്ട് വാ, കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ വന്നാൽ മതി, തിരക്കൊന്നുമില്ല എന്ന് പറയണം. അങ്ങനെ ഇഷിതയും മഹേഷും അതുപോലെ തന്നെ മഞ്ജുവും കൂടി പോലീസ് സ്റ്റേഷനിൽ പോകുകയാണ്. പോലീസ് അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ തുറന്ന്
പറയാണ് മഞ്ജിമയോട് ചോദിക്കണം, അയാൾ ഫോൺ നമ്പർ തരാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഫോൺ നമ്പർ കൊടുക്കുമ്പോഴേക്കും അയാളുള്ള ലൊക്കേഷൻ നോക്കുമ്പോഴേക്കും അയാൾ അടുത്ത് തന്നെ ഉള്ള ഒരു ബാറിലുണ്ട് കേട്ടോ. അവിടെ കയ്യോടെ പൊക്കാണ് അജിത്തിനെ നല്ലതായിട്ട് ഇരിക്കുന്നുണ്ട് പോലീസ്. സത്യം പറയടാ, നിന്റെ ആരാടാ ആകാശോ അതാരാണ്, നിനക്ക് അറിയില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോഴേയോ എനിക്കൊന്നും അറിയില്ല, ഞാൻ ഈ പെണ്ണുങ്ങളെയൊക്കെ വെറുതെ ഫ്രോഡത്തരം ഇവിടെ കിടക്കുക അത്ര മാത്രമേ എനിക്ക് ഉദ്ദേശമുള്ളൂ, അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ ആകാശ് തന്നെയാണ് ഇതിനെല്ലാത്തിനും പിന്നിൽ, ആകാശിന്റെ മാത്രം പ്ലാൻ ആണെന്ന് മനസ്സിലാവാണ്. അങ്ങനെ ആകാശിനെ കൈയോടെ പിടിക്കുന്നത്. അപ്പൊ ആകാശ് അതൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ തന്നെയാണ് ആകാശ് പറയുന്നത്. അതിനുശേഷം മഞ്ജു പറയേണ്ടി ഇവൻ എന്നോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാണ്, ഇവൻ തന്നെയാണ് എല്ലാം ചെയ്തേക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ വേറൊരു മഹാസത്യം രചന അറിയണത്, സുമീനെ കൊന്നത് ആകാശാണ് എന്നുള്ള മഹാസത്യം. അതറിയുമ്പോൾ തന്നെ നമ്മുടെ രചനയാണെന്നുണ്ടെങ്കിൽ തെളിവുകളൊക്കെ ആയിട്ടുണ്ട് സുജി കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രചനക്കാണെന്നുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ മനസ്സിലാവാണ്. രചന അപ്പോൾ തന്നെ ആകാശ് എവിടെയാണെന്ന് അന്വേഷിക്കുകയാണ്, പോലീസ് സ്റ്റേഷനാണെന്ന് മനസ്സിലാവുമ്പോഴേക്കും രചന ആകാശിന്റെ അടുത്തേക്ക് പോവാണ്. അപ്പൊ തന്നെ ആകാശ് അവിടെ പോലീസിന്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി പോവാട്ടോ. അപ്പോഴേക്കും പോലീസുകാരൊക്കെ തൊട്ട് പിന്നാലെ ഇങ്ങനെ ഓടുന്ന സമയത്താണ് ആകാശിന് മുമ്പിലേക്ക് രചന വരുന്നത്. അപ്പൊ രചന അടുത്ത് ആകാശ് പറയണ്ട, രചന നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം, എല്ലാവരും കൂടി എന്നെ കൊലപാതകിയാക്കാൻ നോക്കുക രചന, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് എത്രയും പെട്ടെന്ന് പോകണം രചന എന്നൊക്കെ പറയാണ്. എവിടേക്കാണ് പോകേണ്ടത്, നീ ഇവിടുന്ന് ഒരിക്കലും രക്ഷപ്പെടില്ലടാ, എനിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായി രചന, നിന്നെ ഇവര് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്താന്ന് ആരാണെന്ന് എനിക്ക് മനസ്സിലായി, നീ രക്ഷപ്പെടാൻ പോവാ, പോലീസ് സ്റ്റേഷനിൽ നിന്നല്ല ഈ ലോകത്തിൽ നിന്ന് തന്നെ. രചന നീ എന്തൊക്കെയാ പറയണത്, അതെ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, നീ മരിക്കാൻ പോവാടാ എന്ന് പറഞ്ഞിട്ട് രചന തോക്കുമായിട്ട് നമ്മുടെ ആകാശിന്റെ മുമ്പിലേക്ക് പോയി ഇങ്ങനെ തോക്ക് ഇങ്ങനെ ചൂണ്ടി നിൽക്കുകയാണ്. ആ സമയത്ത് ഇഷിതയും മഹേഷൊക്കെ രചന വേണ്ടട്ടോ, ഇത് വേണ്ട, ആകാശിന്റെ ശിക്ഷ നിയമമായിട്ട് തന്നെ കിട്ടിക്കോളും, നീ അതൊന്നും ചെയ്യണ്ട എന്ന് പറയുമ്പോഴേക്കും രചന പറഞ്ഞില്ല, ഇവനെ കൊല്ലേണ്ടത് ഞാൻ തന്നെയാണ്, ഇവനെ വിശ്വസിച്ചതിന്, എൻ്റെ മക്കളെ ഞാൻ ദ്രോഹിച്ചതിന് എല്ലാത്തിനും ഇവനെ ഞാൻ ശിക്ഷ കൊടുക്കാൻ പോണ. എടാ ആകാശേ നീ പോയി ചാവടാ എന്ന് പറഞ്ഞിട്ട് രചന ഒരു ഒറ്റ വെടി വെക്കാണ് ആകാശിന്റെ നെഞ്ചിലേക്ക്. അങ്ങനെ ആകാശ് അവിടെ കുഴഞ്ഞു വീണ് അങ്ങനെ മരിക്കുവാട്ടോ. ശേഷം രചന പോലീസിന് കീഴടങ്ങാണ്. കാരണം താൻ ആകാശിനെ കൊന്നു, ഇനി തനിക്കൊരു ജീവിതവും ഇല്ല, അതുകൊണ്ട് തന്നെ പോലീസിൽ കീഴടങ്ങാണ്. സർ എന്നെ അറസ്റ്റ് ചെയ്തോളൂ, ഞാൻ തന്നെയാണ് ഈ കൊലപാതകം ചെയ്തത്, എല്ലാവരും സാക്ഷിയായിട്ടുണ്ടല്ലോ, എന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറയാണ്. അങ്ങനെ പോലീസ് രചനനെ അറസ്റ്റ് ചെയ്യാണ്. അറസ്റ്റ് ചെയ്ത് രചന വേഗം തന്നെ തന്റെ മക്കളായ ചിപ്പിയുടെ മാതിരടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരും, അപ്പോൾ എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് വരണം കേട്ടോ, എന്നേക്കുമായിട്ട് വരണമെന്ന് പറയണില്ല, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇഷിതയുടെ മഹേഷിനോട് ജീവിക്കണം, നിങ്ങൾ നല്ല പിള്ളേരായിട്ട് ജീവിക്കണം, പക്ഷെ വെറുതെ ഒന്ന് അമ്മനെ കാണാൻ വേണ്ടി വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് രചന എല്ലാവർക്കും യാത്ര പറഞ്ഞു. ഇഷിത ഞാൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, ക്ഷമിക്കണം ഇഷിത എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത എടുത്ത് മാപ്പും കാര്യങ്ങളൊക്കെ പറയാണ്. അങ്ങനെ നമ്മുടെ ക്ലൈമാക്സ് അവിടെ തീരാണ്. നമ്മുടെ രചനയാണെന്നുണ്ടെങ്കിൽ പോലീസ് ജയിലിലേക്കും അതുപോലെ തന്നെ ആകാശാണെങ്കിൽ മരണപ്പെടുന്ന ആ ഒരു ക്ലൈമാക്സ് ആണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ. ക്ലൈമാക്സ് പ്രൊമോ അവരിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും അതിൽ എന്താണ് പിന്നീട് സംഭവിച്ചതെന്നുള്ളത്. എന്തായാലും വെള്ളിയാഴ്ചയോടെ നമ്മുടെ ഇഷ്ട പരമ്പര തീരാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.